രവണേട്ടാ, നമ്മൾ ഈ കുടുംബ പരദേവതയെ ആരാധിച്ചില്ലെങ്കിൽ എന്താണ് അതിൻ്റെ അനന്തരഫലം? ധർമ്മദൈവം പ്രസാദിച്ചേ കുളിർപ്പൂ തറവാടുകൾ ഏതേതു ചെയ്തു മുമ്പുള്ളോ എന്നതറിഞ്ഞു ചെയ്യുക. ധർമ്മദൈവം, അതായത് നമ്മുടെ കുടുംബ പരദേവത പ്രസാദിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സന്തതി പരമ്പരകൾക്കും നമ്മുടെ പ്രവൃത്തിക്കും നമ്മുടെ ഐശ്വര്യത്തിനുമൊക്കെ ഉയർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ കുടുംബ പരദേവത എന്നത് നമ്മുടെ പൂർവികർ ഉപാസിച്ച് നമുക്ക് വരും തലമുറകൾക്ക് വരാവുന്ന ദോഷങ്ങളെ മുൻപേ കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളാണ്. അപ്പം ആ ദേവതാ സങ്കല്പങ്ങൾക്ക് നിത്യവും അവരെ ഉപാസിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. അപ്പോൾ അങ്ങനെ ആ ധർമ്മം അനുഷ്ഠിക്കുമ്പോഴാണ് ആ ദേവതകൾ നമ്മളെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നത്. എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ അവർക്ക് ശക്തി ഉണ്ടായി തീരുന്നത് നമ്മൾ അവരെ സംരക്ഷിക്കുമ്പോഴാണ്. അപ്പൊ ഗീതയിൽ തന്നെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്: നിങ്ങൾ ദേവതമാർക്ക് ആവിർഭാഗം നൽകി അവര് നിങ്ങളെ സംരക്ഷിക്കും. അങ്ങനെ പരസ്പരമായിട്ടുള്ള ബന്ധത്തോടു കൂടി ശുഭകരമായ ജീവിതം നയിക്കുക എന്നാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. ധർമ്മദൈവങ്ങളെ സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പലവിധ ആപത്തുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. മറ്റ് ദേവതകൾക്ക് എത്ര വഴിപാട് കഴിച്ചിട്ടും ഫലം ഉണ്ടാവുന്നില്ലെങ്കിൽ സ്വന്തം കുടുംബ ദേവതയെ സംരക്ഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ ജ്യോതിഷത്തിൽ പ്രശ്നമെടുക്കാൻ വരുമ്പോൾ കാണുന്നൊരു വിഷയമാണ് കുടുംബദേവത വിഷയം. അപ്പോൾ അതുകൊണ്ട് കുടുംബദേവതയ്ക്ക് പറ്റാവുന്ന വഴിപാടുകൾ കഴിക്കുക, പറ്റാവുന്ന രീതിയിൽ അവരെ സംരക്ഷിക്കുക. കുടുംബദേവതകളെയും കുടുംബത്തിലെ സർപ്പക്കാവുകളെയും ഇവ രണ്ടും സംരക്ഷിച്ചാൽ ദുരിതങ്ങൾ കുറഞ്ഞിരിക്കും. മറ്റ് ദേവതാസങ്കല്പങ്ങൾക്ക് വഴിപാട് കഴിക്കേണ്ട എന്നല്ല, പക്ഷേ മറ്റ് ദേവതാസങ്കല്പങ്ങൾക്ക് വഴിപാട് കഴിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലം നമ്മുടെ കുടുംബ പരദേവതയ്ക്ക് വഴിപാട് കഴിച്ചാൽ കിട്ടും. കാരണം കുടുംബ പരദേവതയ്ക്ക് നമ്മളുമായിട്ടൊരു ആത്മബന്ധം കൂടിയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമാണ് കുടുംബ പരദേവതയും കുടുംബത്തിലുള്ള സർപ്പക്കാവുകളെയും സംരക്ഷിക്കുക എന്നുള്ളത്.